ഹായ് കൂട്ടുകാരെ, ഇന്നെൻ്റെ ടെറസിലെ പച്ചക്കറി കൃഷി കേട്ടോ പരിചയപ്പെടാൻ പോണതേ. ഇത് കണ്ടോ, ഈ പയറിനൊക്കെ ഞാൻ പത്തല വെക്കാൻ വേണ്ടിയിട്ട് ഓരോ തണ്ട് നുള്ളിയിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാതൊന്നും ഓരോ കഴുത്തൊക്കെ എടുത്തിട്ടാണ് പത്തലക്കറി ഉണ്ടാക്കിയത്. എല്ലാതും അല്ല, ഇത് മധുരക്കിഴങ്ങാണ്. ഈ മധുരക്കിഴങ്ങില്ലേ നല്ല ഓറഞ്ച് കളറാട്ടോ, നല്ല രസമുണ്ടാവും ഓറഞ്ച് കളർ. ഇപ്പോൾ ബീട്രൂട്ട് ക്യാരറ്റിൻ്റെ കളറിലുള്ള നല്ല രസമുള്ളൊരു തരം എന്താ പറയുക, മധുരക്കിഴങ്ങ്. നല്ല ഭംഗിയാണ് കാണാൻ. ഇപ്പോൾ പറിക്കാറൊന്നും ആയിട്ടില്ല. പറഞ്ഞു വന്നപ്പോഴാണ് നട്ട് കുറച്ചായി. ഒരു വള്ളിയൊക്കെ ഒരു മീറ്ററൊക്കെ അകലം വള്ളി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു കുരങ്ങ് വന്നു. ഈ കുരങ്ങ് വന്ന് ഇത് മുഴുവനെ പറിച്ച് വലിച്ചിട്ടുണ്ട്. ഞാൻ വേഗം വന്ന് നനയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ചാക്കിൽ സാധനമില്ല, ഒക്കെ വലിച്ച് പറിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വിധം ഇവിടെ ഒരുപാട് നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടു കേട്ടോ. അങ്ങനെ ആ പറിച്ചിട്ട സാധനത്തിൽ നിന്ന് പിന്നെ ഒരു കഴുത്തെടുത്തിട്ട് നട്ടിട്ടാ കൂട്ടുകാരെ ഇതൊക്കെ ഇത്ര ആയത്. പിന്നെ ഇത് നല്ല ബീട്രൂട്ടിൻ്റെ കളറിലുള്ള ഉരുണ്ടിട്ടുള്ള കിഴങ്ങാട്ടോ ഇതിൻ്റെത്. അപ്പോൾ ഉരുണ്ടതുമായി, ബീട്രൂട്ടിൻ്റെ ക്യാരറ്റിൻ്റെ കളറുമായി. അങ്ങനെ പിന്നെ വെള്ളയുണ്ട് കേട്ടോ. വെള്ളപ്പം ഇതിൽ ഏതാന്ന് അറിയുന്നില്ല, എല്ലാം കൂടി കെട്ടി മറിഞ്ഞിട്ട്. അപ്പോൾ ഈ ചാക്കൊക്കെ ഇങ്ങനെ സിമൻറ്റ് കൊടുന്നിട്ടുള്ള ചാക്ക. അപ്പോൾ അതിലൊക്കെ ഓരോന്ന് വെച്ചത്. ചാക്കൊക്കെ കീറിപ്പോവും കുറച്ച് കഴിയുമ്പോഴേക്ക്. എന്നാലും വേണ്ടില്ല, ഇരിക്കുന്നിടത്തോളം ഇരിക്കട്ടെ. പറിക്കുമ്പോൾ വല്ലതും കിട്ടിയാലായല്ലോ വെച്ചിട്ട്. പിന്നെ ഈ പയറുതോട്ടം. ഇതിൽ ഞാൻ ഇഞ്ചി ഉണ്ടല്ലോ, നമ്മൾ വീട്ടിൽ കൊടുന്ന ഇഞ്ചി മുളച്ചപ്പോൾ ഞാൻ ഇഞ്ചിയും കൂടി ഇതിൻ്റെ കൂടെ നട്ടു കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ഉണ്ടായി. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ. ഇതൊന്നും താഴ്ത്ത് വെക്കാൻ വയ്യ, ഒക്കെ നശിപ്പിക്കുകയാണ്. ഈ പന്നിയും വരും. പന്നിയൊക്കെ ചില സമയത്ത് വരും. ഒരുപാട് കൃഷിയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് അവിടെ അടുത്തുള്ള പറമ്പിലൊക്കെ. ഒരുപാട് കൃഷി ഉണ്ടാക്കിയിരുന്നു കേട്ടോ. ഒക്കെ ഈ പന്നി വന്ന് നശിപ്പിച്ച് വാഴയൊക്കെ ഉന്തി മറിച്ചിട്ടിരുന്നു. അങ്ങനെ നശിക്കുന്ന കാരണം കൊണ്ട് ഇപ്പോൾ വെറുപ്പായി, ഒന്നും ചെയ്യണില്ല ഇപ്പോൾ. അങ്ങനെ ഞാൻ ഒന്നും ശല്യമില്ലാത്തൊരു സ്ഥലം തിരഞ്ഞ് ടെറസിൻ്റെ മുകളിൽ എന്തെങ്കിലും ഉണ്ടാക്കാൻ വിചാരിച്ചുണ്ടാക്കിയപ്പോൾ അത് കുരങ്ങനും വന്ന് നശിപ്പിച്ചു. പിന്നെ കൂട്ടുകാരെ, ഇതുണ്ടല്ലോ ഉരുളക്കിഴങ്ങ്. ഈ ഉരുളക്കിഴങ്ങും ഇതേപോലെ നമ്മൾ വെക്കാൻ വീട്ടിൽ കൊണ്ടില്ലേ, അങ്ങനെ വീട്ടിൽ കൊടുന്നപ്പോൾ ഇരുന്ന് മുളച്ചതാട്ടോ. അപ്പോൾ ഞാനതിങ്ങനെ ചാക്കിൽ നട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വലിപ്പം വെച്ചു. ഇത് ഞാൻ നല്ല കരിയിലല്ലേ, വേനൽക്കാലത്ത് കുറേ കരിയില ശേഖരിച്ച് വെച്ചിരുന്നു കേട്ടോ. അത് വെച്ചിട്ട് ഇത് വെയിറ്റില്ല, തീരെ വെയിറ്റില്ല, പൊന്തിക്കാൻ പറ്റും. അപ്പോൾ അതിൽ കുറച്ച് മണ്ണും പിന്നെ വളപ്പൊടിയൊന്നും അധികമില്ല, കുറച്ച് ചാണകപ്പൊടി, വെണ്ണീറാണ് ഞാൻ കൂടുതൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ വളമൊക്കെ ഇട്ടിട്ട് കുറേ ആയിരുന്നു. അടച്ച് മഴ പിടിക്കുമ്പോൾ നമ്മളൊന്നും ചെയ്തിട്ട് കാര്യമില്ല, വളം ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല, ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഇനി വെയിലായ സമയത്ത് ഒന്ന് വളം ചിന്നി കൊടുക്കണം. ഏത് വളം? വെണ്ണീർ. ഇതിലും ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങാണ് ഈ മുളച്ച് നിൽക്കുന്നത്. പിന്നെ ഇത് വിത്തായിട്ട് വിത്തായിട്ട് വാങ്ങിയല്ല, കൂട്ടാൻ വയ്ക്കാൻ കൊടുന്ന പയറിന്ന് ഒരു 4 മണി എടുത്തിട്ട് ഇങ്ങനെ വിതച്ചുണ്ടാക്കിയതാണ്. കാണാനുള്ളൊരു കൗതുകം, കിട്ടിയ ആയേനും. അങ്ങനെ ഇത് കുറച്ച് ഏലപ്പം ഞാൻ ഇതൊന്ന് നുള്ളിന്ന് പറഞ്ഞല്ലോ, അതേപോലെ കേട്ടോ. പോയ കുറേ വള്ളി ഇങ്ങനെ പടർന്നു. ഇങ്ങനെ വള്ളി പടർന്നു പോയിട്ട് ഇത് നമ്മൾ തിരിച്ച് പിടിച്ച് ചാക്കിലേക്ക് തന്നെ ആക്കി വെച്ചാൽ മതി. ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് കയറിയിട്ടപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. വള്ളി ഇതങ്ങനെ നീണ്ടു പോകുന്നു. അപ്പോൾ നമുക്ക് അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ട വിളവൊക്കെ എടുക്കാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ കാണുമ്പോൾ ഒരു സന്തോഷം, അത്ര തന്നെ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇനിയും പച്ചക്കറി ഉണ്ടാക്കാം.